ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാന്ന് തോന്നുന്നു അല്ലേ? ആലിലെ തറയും ആലും കഥകളിയും വാദ്യമേളവും എല്ലാം ഉണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്രതിമയാണ് നമുക്ക് തോന്നത്തില്ല, ശരിക്കുമുള്ള ആളുകൾ തന്നെയാണ് തോന്നിപ്പോൾ. അത്രയ്ക്കും റിയൽ ആയിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നിങ്ങളൊക്കെ പലതവണ പോയിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്. പക്ഷെ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി പോകുമ്പോഴേക്കും നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇത് ടെർമിനൽ 1 ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഈ എയർപോർട്ടിനകത്തോട്ട് കയറുമ്പോൾ, ഈ ടെർമിനലിലോട്ട് കയറുമ്പം അവിടെയായിട്ട് ആനയും നെറ്റിപ്പട്ടം വെച്ച ആനയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണുമ്പോഴേക്കും നമ്മൾ ആരായാലും ഒന്ന് നോക്കിപ്പോവും. കേരളത്തിൻ്റെ എല്ലാ കലകളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, കഥകളി, വാദ്യമേളം എല്ലാം ഉണ്ട്. ശരിക്കും ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ആ ആലിലത്തറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റിയലാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്കും ഭംഗിയാണത് കാണാനായിട്ട്. ഇത് നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്, ഇമിഗ്രേഷൻ്റെ അടുത്തായിട്ടാണ് ഇതുള്ളത്. നമുക്കിവിടെ പോകുന്നതിന് സെക്യൂരിറ്റി നമ്മളെ അലോ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഫോട്ടോ വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു എയർപോർട്ട് വഴി പോവുകയാണെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പോയി കാണണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് വെച്ചിരുന്നത് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. കാരണം വിദേശികൾ വരുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഭംഗി പറഞ്ഞു കൊടുക്കുന്നതിന് നല്ലതാണ്. തീർച്ചയായിട്ടും ഇവിടെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന്, വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്കൊക്കെ കാണുന്നതിനും കേരളത്തിൻ്റെ ആ ഒരു തനിമ, കേരളത്തിൻ്റെ കലകളെല്ലാം മനസ്സിലാക്കുന്നതിന് സാധിക്കും. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുവഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ.